ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത് മിനിയേച്ചർ ബൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. സിമ്പിൾ മെത്തേഡാണ്, കണ്ടോക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ മൊത്തത്തിൽ ഒരു ഏകദേശം ഒരു അളവിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലുണ്ടല്ലോ, ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ നീളത്തിൽ മുറിച്ചത് ഞാൻ വീണ്ടും ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പൂവിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ 2 പീസ് പേപ്പർ എടുത്തിട്ട് അത് നടുവെ മടക്കിയിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, ചെറുതായിട്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ, ഈ പൂ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിപ്പോൾ ഞാനൊരു ഗ്രീൻ പേപ്പർ എടുക്കുന്നുണ്ട്. ഒരു A4 ഷീറ്റിൻ്റെ ഒരു പീസാണ്. അതെടുത്തിട്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് കൈ വെച്ചിട്ട് നന്നായി റോൾ ചെയ്തെടുക്കും. നമ്മൾ ഈ പൂവിൻ്റെ എന്താ പറയുക, തണ്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തട്ടിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കും. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് കളറാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ ബ്രഷിൽ കുറച്ച് റെഡ് ഇതാക്കി വാട്ടർ കളറാക്കിയിട്ട് അതിൻ്റെ തുമ്പത്ത്, ആ പൂവിൻ്റെ ഇങ്ങനെ തുമ്പത്ത് ഇങ്ങനെ മെല്ലെ 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 അധികം പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തത് ഒരു ഗ്രീൻ A4 ഷീറ്റിൽ ഇല കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ 6 ആക്കായിട്ട് വെറുതെ വരച്ചിട്ടിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ആ പൂവിൻ്റെ മേലെ ചെറിയ ചെറിയ പീസുകൾ ആ പൂവിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ആ പൂവിൻ്റെ ഓരോ ഇല ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഒന്ന് വളച്ചു കൊടുക്കണം. പിന്നെ ഞാൻ അടുത്തൊരു പേപ്പർ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഹാർട്ടൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു അറ്റംപ്റ്റ് ഫെയിലാണ്. നിങ്ങളത് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല. ഇനി ഈ പൂക്കളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് വെച്ച് ഇതാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സെല്ലോടെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പീ ചെയ്യണത് അത്ര ശരിയായില്ല. ഞാൻ പറഞ്ഞു ഒത്തില്ലാത്ത ഒന്നുമില്ല, അതാണിത്. ഇതുപോലെയൊക്കെ മടക്കി കൊടുക്കുക. പക്ഷേ A4 ആയതുകൊണ്ട് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് മടക്കിയതൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഇത് ഞാനപ്പോൾ ബ്ലൂ കളർ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. മറ്റത് സെല്ലോ ടേപ്പായിരുന്നു. അത് അത്ര ഇതില്ല, എന്താ പറയുക, ഒരു ഒത്തില്ല അത്ര തന്നെ. ഇതങ്ങനെയല്ല, ഞാൻ ഗ്രീൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ബട്ടർ പേപ്പറാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഈ വൈറ്റ് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട്, വൈറ്റ് എന്നല്ല ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഞാനത് ഈ പൂവിൻ്റെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ വീണ്ടും ഇതുപോലെ ഒരു പേപ്പറും കൂടിയും സെയിം ഇത് തന്നെ മടക്കിയെടുത്തിട്ട് ഞാൻ അതിന് താഴെ കുറച്ച് ഇറക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഫ്രണ്ടിൽ. അപ്പോൾ കാണാനൊക്കെ ഇത്തിരി ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അടിയിലുള്ള കുറച്ച് ഭാഗം ഞാൻ വീണ്ടും ബട്ടർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു നൂല്, ഒരു ചരട്, അതെനിക്ക് ഡ്രസ്സ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയത് ടാഗിൻ്റെ ഒപ്പം, അത് വെച്ചിട്ട് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ വേണമെങ്കിൽ ചാക്ക് നൂലോ അങ്ങനെ എന്തെങ്കിലും ചാക്ക് ചരടില്ലേ അതൊക്കെ വെച്ച് കെട്ടി കൊടുത്താൽ മതി. ഇനി ഞാൻ പിന്നെ ചെയ്യുന്നത് ഒരു ഹാർട്ട് അത് എഴുതി സെറ്റാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. അത് വെച്ച് കൊടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു, ബൈ.